ഹായ് നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഞങ്ങളുടെ ഇതുവരെ ഉള്ള ഓണം എങ്ങനെയാണെന്നുള്ള വീഡിയോ എല്ലാം നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ റെഡിയാകാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അതായത് പ്രവാസികളുടെ ചെറിയ ഓണസദ്യ. ഇപ്രാവശ്യം കൊറോണയൊക്കെ ആയിട്ട് എന്നാലും ചെറിയ രീതിയിലൊക്കെ നാട്ടിലെല്ലാവരും ആഘോഷിക്കുന്നുണ്ട് അല്ലേ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കാണുക. ഞങ്ങൾ അപ്പോഴത്തേക്കും ഫുഡെല്ലാം എടുത്ത് വെക്കാം. നമുക്ക് എന്നിട്ട് ഒരുമിച്ച് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഇതും കൊണ്ട് പാലട പോലെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. പിന്നെ ഇത് ചെറിയായിട്ട് ഒട്ടിക്കണം. ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് എടുക്കാം. ഇസ്രായേലുള്ളവർക്ക് ഒരു പുതിയ അറിവായിരിക്കും. ഇതല്ലേ സംഭവം? ഇതും കൊണ്ട് പാലട പോലെ അല്ലേ? ഇത് ശരിക്കും പറഞ്ഞത് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി അത് തന്നെ റൈസിന്റെ ചെറുതായിട്ട് ഓടിച്ചെടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കും. 7.90 അല്ലേ ചേച്ചി? ഓക്കെ. ഇച്ചിരിയുടെ വലിപ്പമുള്ള ഒരാൾക്ക് തോന്നണമെങ്കിൽ ഇതുണ്ട്. പല വലിപ്പത്തിൻ്റെ വന്നുകൊണ്ട് തന്നെ ഞങ്ങൾ കുക്കിങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയാണ്. ബാക്കി എല്ലാ അച്ചാറും ഇടുന്ന പോലെ തന്നെ എല്ലാം വഴറ്റി കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കുഞ്ഞി കാന്താരിമുളകും ഉണങ്ങി വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ച് നമ്മൾ സാധാരണ അച്ചാറിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാ ഒലിവ് ഇത് കഴിക്കാൻ പോകുന്ന കേട്ടോ. ഒലിവച്ചാർ സൂപ്പറാണ്. നമ്മുടെ നാട്ടിലെ അമ്പഴങ്ങായും പിന്നെ എന്താ പറയുക നമ്മുടെ കണ്ണിമാങ്ങയൊക്കെ അച്ചാറിടുന്ന പോലെ ഇരിക്കും. പിന്നെ ഈ ഒലിവ് അച്ചാറിടാനായിട്ട് മേടിക്കുമ്പം ഉപ്പിലിട്ട ഒലിവല്ല, നമ്മുടെ ഉപ്പിലിട്ടതാണ്. പക്ഷെ ഇതിനകത്ത് നമ്മുടെ വിനാഗിരി ചേർന്ന ബോട്ടിലാണ് വാങ്ങിക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് നമ്മുടെ ശരിക്കും അമ്പഴങ്ങയുടെ ഒരു ടേസ്റ്റ് വരും. ഈ ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ അങ്ങനെയല്ല, കഴിക്കുന്ന സമയത്ത് ഇതെടുത്ത് വണ്ടർഫുൾ എന്നൊക്കെ പറയില്ല. അതേപോലെ ഞാൻ പറയാട്ടെ നിങ്ങൾക്ക്. ഇപ്പോഴേ കൊതി വന്ന് ഞാൻ ചാവും. അപ്പം നമ്മളിവിടെ ചോറ് ആക്കി വെച്ചിട്ടുണ്ട്. അച്ചാർ ഇവിടെ ആവുന്നു. ഇനി ബാക്കിയെല്ലാം ഞങ്ങൾ ഒന്നേന്ന് തുടങ്ങണം. പിന്നെ ഓരോന്നായിട്ട് കാണിച്ചു തരാമേ. ഇപ്പോൾ ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഇത്രയും വെളുത്തുള്ളി പൊളിച്ചു, ഇഞ്ചി പൊളിച്ചു. ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ കയറി ഇപ്പോൾ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. അവിടെ ആൾക്കാരെ തട്ടിട്ട് നടക്കാൻ മേല. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല, നമുക്ക് പെട്ടെന്ന് വരണമല്ലോ. അതുകൊണ്ട് ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് എനിക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ പാവയ്ക്ക. ചേച്ചിക്ക് പാവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ പാവയ്ക്ക വാങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്നറിയില്ല. പാവയ്ക്ക, പിന്നെ സാമ്പാർ പൊടി വാങ്ങിയിട്ടുണ്ട്, നമ്മുടെ വാളംപുളി, പിന്നെ ഒരു പാക്കറ്റ് ചിപ്സ് മാത്രമേ കിട്ടുകയുള്ളൂ. ശർക്കര വരട്ടി അവിടെ നോക്കിയിട്ട് അവിടെ ഒന്നും കാണാനില്ല. അതുപോലെ തന്നെ പായസം ഉണ്ടാക്കാനായിട്ട് ഇത് നോക്കിയായിരുന്നു, അതും കണ്ടില്ല. 2 പുളി വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചക്കറികളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ചേച്ചി അടുക്കളയിൽ തന്നെയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടി മാത്രം ചെന്നാലേ ശരിയാവില്ലല്ലോ. ചേച്ചി എന്നെ ഇനി ഇവിടെ കയറ്റുമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. അടുത്തതായിട്ട് ഞങ്ങൾ വേറൊരു അച്ചാറും കൂടി ഇടുകയാണ്. അതായത് ചേച്ചിനോട് പറഞ്ഞ ചെറിയ മധുരമുള്ള മാങ്ങയില്ല, അത് അച്ചാറിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ചേച്ചി പറഞ്ഞു നമുക്ക് അതും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 ടൈപ്പ് അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്, ഒലിവും ഇതും. ചേച്ചി ഇതെന്നാ ഉണ്ടാക്കാൻ പോണേ? നമ്മൾ ഇഞ്ചി കറി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി വറക്കാൻ പോവാണ്. സ്പൂൺ തന്നാൽ ഞാൻ ഇളക്കിക്കൊണ്ട് വീഡിയോ എടുക്കാം. വേണ്ട, എൻ്റെ ഇളക്കി ചേച്ചിക്ക് ഇഷ്ടമില്ല. ചിലരൊക്കെ ഒത്തിരി എണ്ണ ഒഴിച്ച് പറയും, എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. നമ്മളിത് വറുത്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരുപാട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞെടുക്കുന്നത് ഒത്തിരി എണ്ണയാകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും എണ്ണ കുറച്ചിട്ടിട്ട്, അതുപോലെ തന്നെ ചിലർ കൊത്തി അരിഞ്ഞെടുക്കും. നമ്മളിങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്തുള്ള പ്രശ്നം എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടുകയും ചെയ്യും. വീട്ടിൽ എൻ്റെ അമ്മച്ചി കൊത്തി അരിഞ്ഞെടുക്കണം എപ്പോഴും. പക്ഷെ അത് ഒരുപാട് സമയം വേണം, ക്ഷമയും വേണം. മൂക്കട്ടെ. ഇവിടെ സാമ്പാറിനിടാൻ വേണ്ടിയിട്ട് ഇതാണോ നല്ല പുതിയ വാളംപൊടി ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ വാങ്ങിച്ചു തന്നാൽ സൂപ്പർ കണിച്ചിട. ചേച്ചി വേണമെങ്കിൽ നോക്കിക്കോ. എനിക്ക് ഭയങ്കര മനസ്സുകൊണ്ട്. 5 മിനിറ്റ് ഒന്ന് എടുക്കട്ടെ.
എടുക്കാൻ പറ്റണില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം. കണ്ടാ ഇങ്ങനെ ഇതിങ്ങനെ ഉണ്ടുരുട്ടാൻ പറ്റും. ഇങ്ങനെ ഉണ്ടുരുട്ടണം. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇതിനകത്ത് ചേർക്കുമല്ലോ. ഇപ്പം നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് ഉപ്പ് വേണ്ട, വായിലെ തോരി പോകും. നമുക്ക് ഉപ്പ് വേണ്ട. ഇതേടാ ഇതിങ്ങനെയൊക്കെ നീ ഇതിങ്ങനെ കേട്ടില്ലല്ലേ, നീ ഇതിങ്ങനെ നാക്കിലോട്ട് വെക്കണം. ഇത് ഇങ്ങനെ ചുറ്റുകളൊന്നും കാണാൻ പറ്റില്ല. അടിപൊളിയാ. മാങ്ങാച്ചാറേ പുളി തിന്നിട്ടിട്ടാ മതിയോ? പുളി തിന്നിട്ടിട്ടാ മതിയോ? ചേച്ചി എന്നെ പുളി ആസ്വദിക്കാൻ സമ്മതിക്കണില്ല, എന്നെ കൊണ്ട് പണി എടുപ്പിക്കുക. അടിപൊളി, സൂപ്പർ. അപ്പം എല്ലാവരും വേഗം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൊതിയെന്ന് എനിക്കറിയാം. അപ്പം എല്ലാവരും വേഗം പോയി കുറച്ച് പാൽമുളി എടുക്കുക, അങ്ങനെ നക്കുക. അടിപൊളി അടിപൊളി, സൂപ്പറാട്ടാ. ഇനി ഞാൻ മാങ്ങാച്ചാർ ഇട്ട് വെക്കത്തില്ല. ചേച്ചി എനിക്ക് ഓണസദ്യ തരൂല. കൊറോണ അവിയൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പകുതി കഷ്ണങ്ങളൊക്കെ വെന്തു. അതുകൊണ്ട് അതിനകത്തേക്ക് ഇപ്പോൾ വഴുതനങ്ങയും കിഷുയും അതും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതാ അപ്പുറത്തെ നോക്കിയാൽ നമ്മുടെ ഇഞ്ചിക്കറിയിലോട്ട് നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുന്നല്ല കണ്ടത്. അതിലോട്ട് ഇഞ്ചിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പുളിവെള്ളവും പിന്നെ നമുക്ക് ശർക്കര ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര, അത് ബ്രൗൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ റെഡി ആയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് റെഡി ആവാൻ, അല്ല ചേച്ചി? പിന്നെ അല്ല, കറികളൊക്കെ അത്യാവശ്യം ഉണ്ടാക്കി. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ അടപ്രഥമൻ, നമ്മുടെ പായസം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നല്ലോ. നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാൻ അടയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതേപോലത്തെ സംഭവം വാങ്ങിച്ചാൽ മതി. ഇനി അത് നമുക്ക് ചെറുതായിട്ട് നുറുക്കി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പായസം ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ അകത്ത്. അതും കൂടെ കാണിച്ചാൽ പിന്നെ സമയം ഉണ്ടാവില്ല. ഏകദേശം ഇത്രത്തോളം വലുപ്പത്തിലാണ് ഞങ്ങൾ ഇത് കുഞ്ഞാക്കി അരിഞ്ഞിടുന്നത്. ഇപ്പം നോക്കിക്കേ നിങ്ങൾ, ഇത് കണ്ടോ? അത് ഫുള്ള് നമ്മൾ എടുത്തിട്ടില്ല. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരാഗ്രഹം, നമുക്കെന്നാൽ പിന്നെ ചെറുതായിട്ടൊരു ഓണപ്പൂക്കളം ഇട്ടാലോ എന്ന്. അപ്പോൾ ഓണപ്പൂ പറിക്കാനായിട്ട് ഞങ്ങൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് പൂക്കളൊന്നും ഇവിടെ കാണാനില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ അതും ഇതൊക്കെ ഇത് കണ്ടല്ലോ, ബോഗൺവില്ല അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. അതെല്ലാം വെച്ചിട്ട് ഒരു കുഞ്ഞു പൂക്കളം, നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഓണം സദ്യയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൂക്കളും കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓണം അങ്ങോട്ട് ഇതാവില്ലല്ലോ. അതുകൊണ്ടാണേ അത് ഇതിലോട്ട് തന്നെ ഇടാവുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ആരുടെയൊക്കെയോ പറമ്പിൽ നിൽക്കുന്ന പൂവുകളാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി പൂ പറിക്കുമല്ലേ, അതേപോലെയാണ് നമ്മളിവിടെ. ഈ കാണുന്ന സംഭവം നമുക്കൊരു പൂവായിട്ട് ഇടാൻ പറ്റുമോ ചേച്ചി? ഇത് മണം കൊണ്ടൊന്നും ചിലപ്പോൾ വിഷത്തിൻ്റെ മണം കാണും. ചിലപ്പോൾ മണോ? എൻ്റെ മണം കാണുന്നു. മണത്തിന് എനിക്കൊന്നും മണം വന്നില്ല. ഇല്ല, കുഴപ്പമില്ല, നല്ല മണമാണ്. അതോ നിൻ്റെ കയ്യിലെ ലോഷനാണ്? എന്തോ നല്ല മണമുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇത് ഓരോ ഇതായിട്ട് നമുക്ക് പച്ചയായിട്ടില്ല അല്ലേ? അത് കുറച്ചും കൂടെ പറിക്കാം. ഞങ്ങൾ നാട്ടിലൊക്കെ ചെറുപ്പത്തിലെ പാടത്തൊക്കെ ഇതേപോലത്തെ കാണും. പിന്നെ ഞങ്ങളുടെ റെയിൽവേയുടെ സൈഡാണേ. അപ്പോൾ ഇതിങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ പറത്തു വരുന്നു ഓരോരുത്തരുടെ മേത്തേക്ക്. രസമായിരുന്നേ. പാടത്ത് പിന്നെ നെല്ല് വിതച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു പച്ച കളറിൽ പാടത്തിൻ്റെ അല്ല നെല്ലിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ചേച്ചി കണ്ടോ? ചേച്ചിയുടെ അവിടെ ഉണ്ടല്ലോ അല്ലേ? കുറച്ച് മതി. എനിക്കറിയില്ല ചേച്ചി, മറന്നുപോയി ചേച്ചി. ഒന്നും ഓർമ്മ കിട്ടുന്നില്ല, ഒന്നും ഓർമ്മയില്ല, എല്ലാം മറന്നു. ഓക്കെ ചേച്ചി. ചേച്ചി അപ്പുറത്ത് വേറെ പൂ പറിക്കാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മളിത് എങ്ങനെ ഇടണ്ടെന്നൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. പെട്ടെന്ന് തോന്നിയ ഒരു തോന്നലിൽ നിന്ന് ഉണ്ടായ ഒരു മറ്റേ സംഭവമാണ്. പൂക്കളിടാം എന്നുള്ള ഒരു ആഗ്രഹം. ഇതാ ചേച്ചി ഇവിടെ പൂ പറിക്കുന്നുണ്ട്. ചേച്ചി ഇത് ഇത്രയും പോരെ? നല്ല അല്ലേ ചേച്ചി? ഉള്ളത് കൊണ്ട് ഓണം തോന്നും.
മലയാളി മങ്ക, പൂ പറിക്കുന്ന മലയാളി മങ്ക. മലയാളികളൊന്നും കേൾക്കണ്ട. എന്നാലും കയ്യിലൊക്കെ മുള്ളൊക്കെ കൊണ്ട് കയറിയത് കണ്ടോ, നല്ല നീറ്റിലുണ്ട്. എവിടെ നിന്നാണ് കണ്ട് കയറിയെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു പൂവിന് നല്ല നാറ്റമുണ്ട്. നാറ്റം ശരിയാ. അല്ല, എൻ്റെ കയ്യിൽ നാറ്റമില്ല. ചേച്ചി കുറച്ച് ചെയ്ത പൂവിനാ നാറ്റം. എൻ്റെതിന് മുള്ളായിരുന്നു, മുള്ള്. രസമല്ലേ? ഞങ്ങൾ അടിച്ചു പൊളിക്കും. നല്ല മുളക്, ഉള്ളി, കറിവേപ്പില എല്ലാം കൂടെ ഞെരട് വേണം. ഗ്ലൗസ് ഇട്ടേക്കണമെന്ന് വെച്ചാൽ ഇത് ഭയങ്കര കാന്താരിയാട്ടോ. ഭയങ്കര കാന്താരിയല്ല, കാന്താരി ഭയങ്കര എരിവുള്ള കാന്താരിയാണ്. അതുകൊണ്ട് ഇനി നമ്മൾ തൈരും കൂടെ ചേർത്ത് കൊടുക്കും അല്ലേ? അത് കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ വയൽ വെള്ളം വരുന്നില്ലേ, പ്രത്യേകിച്ചും പ്രവാസികൾക്ക് അല്ലേ? ഇനി അതിലേക്ക് നമ്മൾ തൈരും കൂടെ ചേർത്ത് നല്ല വൃത്തിയായിട്ട് ഞെരടി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ചൂട് ചോറിനത് നമ്മൾ ഇട്ട് എന്താ ടേസ്റ്റ്. സാധാരണ നമ്മൾ ഓണത്തിനൊന്നും ആക്കുന്നതല്ല, പക്ഷെ നമ്മളെല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കണേ. അതെ കേട്ടോ. ഞങ്ങൾ മോര് കാച്ചുമോരിന് പകരമാണ് അല്ലേ, സാമ്പാറുണ്ട്. അപ്പം പിന്നെയും മോരും കൂടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് തൈര് ഈ മോഡലിൽ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നോക്കിക്കോളാം, നീ ഒഴിച്ചു. മതി മതി മതി. ഇച്ചിരി തൈര് കൂടിപ്പോയി, പക്ഷെ കുഴപ്പമില്ല ചേച്ചി. നല്ല ഭംഗിയില്ലേ കാണാൻ? കാന്താരി ആയതുകൊണ്ട് നല്ല ഇരിക്കുമല്ലേ? എല്ലാവരും വിചാരിക്കുന്നത് സ്പൂൺ ഇട്ട് ഇളക്കിയാൽ പോരുന്നത്. അങ്ങനെയല്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല ഞെരടി ഇങ്ങനെ ചേർക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ്. ഉപ്പൊക്കെ ഉണ്ട് നല്ല ഇവിടെ. ചേച്ചി ഇച്ചിരി പഴങ്കഞ്ഞി കിട്ടിയാണെങ്കിൽ ഇച്ചിരി പഴങ്കഞ്ഞിയും ഇതും ആഹാ. ഒരു മത്തി വറുത്തതും ഒരു അച്ചാർ. പിന്നെ അച്ചാർ എന്തിനാ? ശരിയല്ലേ, എന്നാ അച്ചാർ വേണ്ട. മത്തി വറുത്തതും ഇതും പഴങ്കഞ്ഞിയും പൊളിസാനം, പൊളിസാനം, അടിപൊളി. ഹാപ്പി ആണോ? അപ്പം ഞങ്ങളുടെ സദ്യ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ചെറിയ ഓണസദ്യ അല്ലേ ചേച്ചി? അതെ, ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ചെറിയൊരു നല്ല ചോറിൻ്റെ കൂട്ടത്തിൽ സാമ്പാറും ഇതും പിന്നെ സ്പെഷ്യലായിട്ട് മീൻകറി ഉണ്ട് കേട്ടോ. വിളമ്പെന്ന് കണ്ടപ്പോൾ നിങ്ങൾ കണ്ടില്ല മീൻകറി. എൻ്റെ വീടിൻ്റെ അവിടെ ഒന്നും നമ്മൾ മീൻകറി ഒന്നും കൂട്ടില്ല കേട്ടോ, ഫുള്ള് വെജിറ്റബിളാണ്. പക്ഷെ കണ്ണൂർ, എൻ്റെ ഹസ്ബൻഡ് വീട് കണ്ണൂരാണ്. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്കൊരു മീനിൻ്റെ പക്ഷെ കണ്ണൂർ ഭാഗത്തേക്ക് എല്ലാവരും ഇത് മാത്രമല്ല, ചിക്കനോ എന്തെങ്കിലും അവർക്ക് നിർബന്ധമാണ്. മീൻ മാത്രമല്ല, എല്ലാം വേണം അവർക്ക്. ഓരോ സ്ഥലത്തും ഓരോ രീതിക്കല്ലേ. പറഞ്ഞുകൊണ്ടിരുന്ന കഴിക്കൽ നടക്കില്ല. അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വർത്തമാനം പറയാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ഈ സിനിമ വീഡിയോ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വീഡിയോ വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ നുള്ളി പറക്കി അങ്ങനെ തിന്നാൽ ഭയങ്കര കഷ്ടപ്പാടാണേ. അതുകൊണ്ട് ഞങ്ങളൊന്ന് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി വേണം. ഹാപ്പി വേണം. ഓണം വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തരാം. അവിടെയൊക്കെ കാണട്ടെ തന്നെ. അതല്ല ഞങ്ങൾക്കുള്ള പ്രോത്സാഹനം, ഞങ്ങളുടെ ലളിതമായ ഓണം. അതെ. അപ്പോൾ നമുക്കൊരു അടുത്ത അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും